എന്നിടത്ത് കെസറാണെന്ന് മാത്രമേ ഉള്ളൂ. ഹുമസത്തിൻ അവിടെയും വരുന്നുണ്ട് തൻവീൻ എന്ന സൗണ്ട് ഇല്ലേ? ഈ രണ്ട് ഭാഗത്തും ആ സൗണ്ട് അഥവാ സാക്കിനായ നൂനിന്റെ സൗണ്ടാണ് തൻവീനും ഉണ്ടാവുക. വൈലുൻ ഹുമസത്തിൻ ആ സൗണ്ട് വരേണ്ടതില്ല. പകരം അതിനെ നമ്മൾക്ക് എന്നതിനെ നമ്മൾക്ക് അടുത്ത അക്ഷരത്തിലേക്ക് പൂർണ്ണമായിട്ടങ്ങ് ലയിപ്പിച്ചാൽ മതി. അടുത്ത അക്ഷരം ഏതാ? വൈലുൻ കഴിഞ്ഞിട്ട് അടുത്ത അക്ഷരം ഏതാ? ലി എന്നാണ്. ശരിക്കും അവിടെ ലി എന്നില്ല കേട്ടോ, ശ്രദ്ധില്ല, ലി എന്നേ ഉള്ളൂ. പക്ഷെ വൈലുൻ എന്നതിലെ തൻവീനെ നമ്മൾ ലീയിലേക്ക് ഇദ്ഗാം ചെയ്യുമ്പോൾ ചേർക്കുന്ന സമയത്ത് ലി ഇരട്ടിക്കാണ് ചെയ്തത്. വൈലുൻ എന്ന് പറയാതെ വൈലുല്ലി, വൈലുല്ലി കുല്ലി ഹുമസത്തില്ലു, ഹുമസത്തിൻ. ആ തൻവീനു ശേഷവും ലാമാണ് വന്നിട്ടുള്ളത്, ദമ്മത്തുള്ള ലാമ്. ലു ശരിക്കും ലുമസത്ത് എന്ന പദത്തിനും ഷദ്ദില്ല. ഷദ് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹുമസത്തിൻ ആ തൻവീനിനെ ലാമിലേക്ക് ചേർത്തു. അപ്പൊ ഹുമസത്തിൻ എന്ന് പറയണ്ട, ഹുമസത്തില്ലു, ഹുമസത്തില്ലുമസ, ലുമസ, ലുമസത്ത് എന്ന് പറയണ്ട, താ വരണ്ട, ലുമസ. ആ വട്ടത്ത നമ്മൾ വഖഫ് ചെയ്യുന്ന സമയത്ത് അത്ത് എന്നല്ല വര, അഹ് ലുമസ, ലുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അതില് ഒന്നാമത്തെ പദം വൈലുൻ എന്നതാണ്. ആ പദത്തിന്റെ അർത്ഥം ചിലപ്പം പലർക്കും അറിയാവുന്നതായിരിക്കും. ശിക്ഷ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ശിക്ഷ, വൈൽ, കഠിനമായ ശിക്ഷ എന്നും പറയാം. കഠിനമായ ശിക്ഷ, അദാബുൻ ഷദീദ് എന്നാണ്. വൈൽ എന്ന് പറയുന്നത് നരകത്തിലെ ഒരു അടിത്തട്ടിലുള്ള ഒരു താഴേ തട്ടിലുള്ള ഒരു ഭാഗമാണ് എന്നും വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് ഒരു വസ്തുട്ടാൽ എത്തിപ്പെടണമെങ്കിൽ തന്നെ വർഷങ്ങൾ എടുക്കുന്ന നരകത്തിലെ അടിത്തട്ടിലുള്ള താഴെയുള്ള ഒരു ഇടമാണ് വൈൽ എന്ന് പറയുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ സ്വമീമു അഹ്ലു ജഹന്നം അഥവാ നരകത്തിലുള്ള ആളുകളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഈ ചലവും മലവും ഒക്കെ ഒഴുകി എത്തുന്ന ഒരു ഇടമുണ്ട്. അതാണ് വൈൽ എന്നൊക്കെ വിശദീകരണം നൽകപ്പെട്ടിട്ടുണ്ട്. ഏതർത്ഥത്തിൽ പറഞ്ഞാലും അത് ശിക്ഷയാണ്. വൈൽ എന്ന് പറഞ്ഞാൽ ശിക്ഷയാണ്. വൈലുണ്ട് എന്നാ പറയുന്നത്. വൈലുണ്ട് എന്നാ പറഞ്ഞത്. ആർക്കാണ് വൈലുള്ളത്? ലി കുല്ലി, എല്ലാവർക്കുമുണ്ട്. കുല്ല് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലെങ്കിൽ എല്ലാവരും എന്നർത്ഥം. ലി എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട് എന്ന അർത്ഥം. ഇപ്പൊ ലിൽ ബൈത്തി എന്ന് പറഞ്ഞാൽ വീട്ടിനുണ്ട് എന്നാ. ലിക്കുല്ലി എല്ലാവർക്കുമുണ്ട്. എന്ത്? വൈരുൻ, വൈര്, നാശം അല്ലെങ്കിൽ നരകത്തിലെ ആ ഭാഗമുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. ഏതെല്ലാവർക്കുമാണ്? രണ്ട് വിശേഷണങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഹുമസത്തായിട്ടുള്ള എല്ലാവർക്കും, രണ്ടാമത്തത് ലുമസത്തായിട്ടുള്ള എല്ലാവർക്കും. അത് രണ്ട് വിശേഷണങ്ങളാ. ഹംസ് നടത്തുന്നവരായിട്ടുള്ള, ലംസ് നടത്തുന്നവരായിട്ടുള്ള എല്ലാവർക്കും. എന്താ ഹംസും ലംസും എന്നറിയാവോ? സൂറത്തുൽ ഖലമിൽ ഇതിന്റെ ഹംസിന്റെ വേറൊരു രൂപം വന്നിട്ടുണ്ട്. ഹുമസത്ത് എന്നല്ല വന്നിട്ടുള്ളത്. വലാ തുതി കുല്ല കുല്ല ഹല്ലാഫിൻ മഹീൻ എന്ന് പറഞ്ഞതിന് ശേഷം ഹമ്മാസിൻ, നിരന്തരം ഹംസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരെ നീ
അനുസരിക്കരുത് എന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഹംസ് നടത്തുക എന്ന് പറഞ്ഞാൽ? ഹംസ് നടത്തുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളെ മനസ്സിന് വേദനിപ്പിക്കാന്ന് അതിന്റെ അർത്ഥം. മനസ്സ് വേദനിപ്പിക്കാന്ന്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ലംസ് നടത്തുക എന്നാണ്. ലംസ് നടത്തുക എന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കൽ തന്നെയാണ്. ലംസ് എന്ന പദം ഖുർആനിൽ വേറെ എവിടെങ്കിലും വന്നത്, അതിന്റെ വേറെ ഏതെങ്കിലും രൂപം വന്നത് ഓർമ്മയുണ്ടോ? വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകേണ്ട ചില മര്യാദകൾ പറയുന്നിടത്ത് ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ ഹുജുറാത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ലാ യസ്ഹർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉം മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്താ ഓർമ്മയുണ്ടാവും? വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്? വിശ്വാസികളോട് പറയാ, നിങ്ങൾ നിങ്ങളെ തന്നെ, വിശ്വാസികളെ തന്നെ ലംസ് നടത്തരുതെന്ന. ഇത് രണ്ടും, ഹംസ് നടത്തുക എന്ന് പറഞ്ഞാലും ലംസ് നടത്തുക എന്ന് പറഞ്ഞാലും മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിൽ, അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ നടത്തുന്ന സംസാരമോ പ്രവർത്തനമോ ആണ് ഹംസ് നടത്തുക എന്ന് പറഞ്ഞാലും ലംസ് നടത്തുക എന്ന് പറഞ്ഞാലും. അങ്ങനെ ഹംസ് നടത്തുന്നവരും ലംസ് നടത്തുന്നവരുമായ എല്ലാവർക്കും, എല്ലാവർക്കും എന്തുണ്ട് എന്നാ പറയുന്നത്? വൈലുണ്ട് എന്നാണ് പറയുന്നത്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹംസ് നടത്തുക എന്ന് പറഞ്ഞാലും ലംസ് നടത്തുക എന്ന് പറഞ്ഞാലും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലംസ് നടത്തുന്നതിനെ കുറിച്ച് വേറെയും വന്നിട്ടുണ്ട് കേട്ടോ ഖുർആനില്. പിന്നെ വിശ്വാസികളിൽപ്പെട്ട മുത്തവ്വിഈങ്ങളായ ആളുകളെ ലംസ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ ഖുർആനില് പറയുന്നുണ്ട്. എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഹംസും ലംസും നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പ്രവർത്തനമാണിത്. ഇതിന്റെ വ്യത്യാസം വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാന്നാ പണ്ഡിതന്മാര് പറഞ്ഞത്. ഏതാണ്ട് രണ്ടും മറ്റുള്ളവരുടെ കുറ്റം പറയലാണ്, ദൈവത്ത് പറയലാണ് എന്നതാണ് പൊതുവെ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. എന്നാൽ ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. ആ വ്യത്യാസം പറഞ്ഞത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില പ്രവർത്തികൾ നടത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കും, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണിക്കും, അല്ലെങ്കിൽ വായ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചിട്ട് മറ്റുള്ളവരെ പരിഹസിക്കുകയോ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അതാണ് ഹംസ് നടത്തുക എന്ന് പറഞ്ഞാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ലംസ് നടത്തുക എന്ന് പറഞ്ഞാൽ അതല്ല. സംസാരം കൊണ്ട്, വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനെന്താ? വാക്കുകൊണ്ട് കുത്തി പറഞ്ഞിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാം. വേറെ ഒരു വ്യത്യാസം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഹംസ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുറിച്ച് കുറ്റം പറയുക എന്നുള്ളത്, നമ്മൾ ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. അയാള് നമ്മളുടെ മുന്നിലില്ലാത്ത ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരം നടത്തുക, പിറകിൽ നിന്ന്. ലംസ് നടത്തുക എന്ന് പറഞ്ഞാൽ പിറകിൽ നിന്ന് പറയലല്ല, നേർക്കുനേരെ അയാളെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ പറയാന്നുള്ളത്. അയാളോട് നേർക്കുനേരെ അയാളെ വേദനിപ്പിക്കുന്ന, മനസ്സിന് മുറിവേൽപ്പിക്കുന്ന സംസാരം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനാണ് ലംസ് നടത്തുക. ഒന്ന് പിറകിൽ നിന്നാണെങ്കിൽ ചിലപ്പോ അത് പിന്നെ അയാളുടെ സാന്നിധ്യത്തിലാണെങ്കിലും നേർക്കുനേരെ ആയിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മൾ മൂന്നാല് ആളുകളുണ്ട്, അപ്പൊ ഒരുത്തരെ കളിയാക്കിക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് സ്വകാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുക. അപ്പൊ അവനിത് കേൾക്കുമ്പോ തന്നെ മാനസികമായ പ്രയാസം ഉണ്ടാവും.
അപ്പൊ ഇതിനാണ് ലംസ് നടത്തുക എന്ന ഒരാളുടെ സാന്നിധ്യത്തിൽ അയാൾ നമ്മളുടെ മുന്നിലുണ്ടായിരിക്കെ അയാളെ കുത്തിപ്പറയലാണ് ലംസ് നടത്തുക. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ കുത്തിപ്പറയുക എന്നുള്ളതാണ് ഹംസ് നടത്തുക എന്നതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് വിശദീകരിച്ച ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഒന്ന് സംസാരം കൊണ്ട് നടത്തുന്ന കുത്തുവാക്കൽ മനസ്സിനെ വേദനിപ്പിക്കലാണ്. മറ്റൊന്ന് പ്രവർത്തനം കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കലാണ്. എന്തായിരുന്നാലും ഈ രണ്ട് പ്രവൃത്തി കൊണ്ടും ഉണ്ടാകുന്നത് എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നുള്ളതാണ്, മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കി, ഈ വൈൽ എന്ന പദം ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അധികവും ളുൽമുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ ഈ ളുൽമ് എന്ന് പറഞ്ഞാൽ? ളുൽമ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കലാണ്. മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കലാണ്. മറ്റുള്ളവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു മനുഷ്യന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് റൈറ്റുകൾ എന്ന് പറയാവുന്നത് എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 സംഗതികൾ. ഒന്ന് നമ്മളുടെ ശരീരമാണ്. നമ്മളുടെ ശരീരത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹക്കാണ്, നമ്മളുടെ അവകാശമാണ്. നമ്മളുടെ ശാരീരിക സുരക്ഷിതത്വത്തിന് ആരെങ്കിലും പോറലേൽപ്പിച്ചാൽ അയാൾ എന്നോട് ദുൽമ ചെയ്തു. നമ്മൾ നേരെ പോയിട്ട് തല്ലുകയോ വെട്ടുകയോ കുത്തുകയോ ഒന്നും വേണമെന്നില്ല കേട്ടോ അതിന്. അപ്പൊ നമ്മൾ അന്തരീക്ഷം മലിനമാക്കി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിൽ നിന്ന് വരുന്ന പുക, നിയന്ത്രിതമല്ലാത്ത പുക, അല്ലെങ്കിൽ നമ്മൾ പുകവലിച്ച് അതിന്റെ പാസീവ് സ്മോക്കേഴ്സ് ആയിട്ടുള്ള ആളുകളെ, അതിന്റെ പുക അന്തരീക്ഷത്തിലുണ്ടായിട്ട് അപ്പുറത്തുനിന്ന് ആളുകൾ ശ്വസിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ വെള്ളം മലിനമാക്കുക, അങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ നമ്മൾക്ക് മറ്റുള്ളവരുടെ ശാരീരികമായ സുരക്ഷിതത്വത്തിന് പുറലേൽപ്പിക്കാം. അത് നമ്മൾ ചെയ്യുന്ന ദുൽമാണ്, മറ്റുള്ളവരുടെ അവകാശത്തെ ഹനിക്കലാണ്. ശാരീരികമായ മറ്റൊരു അടിസ്ഥാനപരമായ റൈറ്റ് എന്ന് പറയുന്നത് സമ്പത്താണ്. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് അത് അനർഹമായിട്ട് വേറൊരാള് കൈക്കലാക്കുക, അത് ഞാനും അയാളും തമ്മിലുണ്ടായ ഒരു ഇടപാടിൽ അല്ലെങ്കിൽ ഒരു കരാറിൽ അയാള് എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടായിരിക്കും, ചിലപ്പോ അധികം വില കാണിച്ചിട്ടോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചിട്ടോ ഒക്കെ. മറ്റൊന്ന് അടിസ്ഥാനപരമായ അവകാശം എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അഭിമാനമാണ്. അത് വളരെ വിലപ്പെട്ടതാണ്. എന്റെ അഭിമാനം പിന്നെ ആരെങ്കിലും കവർന്നെടുത്താൽ, എനിക്ക് മാനക്കേടുണ്ടാക്കിയാൽ ആളുകളുടെ ഇടയിൽ മാനക്കേടുണ്ടാക്കിയാൽ അത് വലിയ ദുൽമാണ്. ഈ സംഗതി പടച്ചോൻ ഒരിക്കലും സഹിക്കൂല. ദുൽമ് എന്ന് പറഞ്ഞ സംഗതി സഹിക്കൂല. അത് എല്ലാരും പടച്ചോന്റെ പടപ്പുകളാണ്, പടച്ചോന് പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. പടച്ചോന്റെ പടപ്പുകളിൽ ഒരാളുടെ അവകാശത്തെ, അത് ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, മാനസികമാകട്ടെ, അവകാശത്തെ മറ്റൊരാൾ കവർന്നെടുത്താൽ അള്ളാഹു അത് പൊറുക്കൂല. അള്ളാഹു പൊറുക്കൂല. അപ്പം ആര് പൊറുക്കണം? ആരുടെ അവകാശമാണോ നമ്മള് ഹനിച്ചിട്ടുള്ളത് അവരെന്നെ പൊറുക്കണം. അവരോടത് പൊരുത്തപ്പെടിക്കോ ഇടപാട് തീർക്കോ ഒക്കെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഇവിടുന്ന് അങ്ങ് മരിച്ചു പോയാൽ പരലോകത്തെത്തുമ്പം പടച്ചോനെ പൊറുക്കൂല. പടച്ചോനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ ഇടപാട് വേഗം തീർക്കാൻ പറയും. ഇടപാട് തീർക്കാൻ വേറൊന്നും ഉണ്ടാവില്ല. നമ്മളുടെ കയ്യിൽ നമ്മളുടെ കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് സൽക്കർമ്മങ്ങൾ എടുത്ത് അവർക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ കൊടുക്കാനില്ലെങ്കിൽ അവരുടെ തെറ്റിന്റെ പാപഭാരങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. അത് അങ്ങനെ തീർപ്പാക്കാനല്ലാതെ പടച്ചോൻ പൊറുക്കൂല. ഒരാളുടെ അവകാശത്തെ, ഞാനീ പറഞ്ഞ 3 തലങ്ങളിലായിരുന്നാലും ശരി, ശാരീരികം, സാമ്പത്തികം, മാനസികം, അവകാശത്തെ ഹനിച്ചാൽ അതെന്താണ്? അത് ദുൽമാണ്.
മറ്റൊരാളോട് ചെയ്യുന്ന ദുൽമിന് അള്ളാഹു എന്ത് ചെയ്യില്ല? പൊറുക്കൂല. പടച്ചവനോട് ചെയ്യുന്ന തെറ്റുകൾ പടച്ചവന് പൊറുക്കൂല. പടപ്പുകളോട് ചെയ്യുന്ന തെറ്റുകൾ പടപ്പുകൾക്കിടയിൽ തന്നെ എന്ത് ചെയ്യണം? തീർപ്പാക്കാതെ പടച്ചവൻ എന്ത് ചെയ്യില്ല? പൊറുക്കൂല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ദുൽമ് ചെയ്യുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ അവരോടുള്ള അള്ളാഹുവിന്റെ അങ്ങേ അറ്റത്തെ വെറുപ്പ് പ്രകടിപ്പിക്കാനാണ് പടച്ചവൻ വൈൽ എന്ന് പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. ഈ വൈൽ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള വേറെ ഏതെങ്കിലും സൂറത്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വൈലുൻ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ള വേറെ ഏതെങ്കിലും സൂറത്ത്? വൈലുല്ലിൽ മുത്തഫിഫീൻ. അവിടെ പറഞ്ഞിട്ടുള്ളത് ഹുമസത്തും ലുമസത്തും ആയിട്ടുള്ള ആളുകൾക്ക് വൈലുണ്ട് എന്നല്ല. പിന്നെ ആർക്ക് വൈലുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്? മുത്തഫിഫീനിന് വൈലുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്. മുത്തഫിഫീൻ എന്ന് പറഞ്ഞാൽ ആരാ അറിയാവോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവരാ. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവരാ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരുടെ സാമ്പത്തികമായ അവകാശത്തെ ഹനിക്കലാണ്. ഇത്ര പൈസക്ക് ഞാൻ അയാൾക്ക് ഇത്ര സാധനം കൊടുക്കണം ശരിക്കും, പക്ഷെ ഞാനിവിടെ ചില കള്ളത്തരങ്ങൾ കാണിച്ച് അതിന് കുറവ് വരുത്തി. അപ്പൊ അയാളിൽ നിന്ന് എനിക്ക് അനുവദിക്കപ്പെടാത്ത തുക ഞാൻ എന്ത് ചെയ്തു? കൈക്കലാക്കി. ഞാൻ കൊടുത്തതിനേക്കാൾ കൂടുതൽ, ഞാൻ കൊടുത്ത വസ്തുവിന്റെ വിലയേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കയ്യിലാക്കി. ഞാൻ ചെയ്യുന്ന ദുൽമ അത് അയാളോട്. സാമ്പത്തിക രംഗത്തുള്ള ദുൽമാണത്. പ്രശ്നം പൊറുക്കൂലത്. അവിടെയും ഖുർആൻ എന്താ പറഞ്ഞത്? വൈലുല്ലിൽ മുത്തഫിഫീൻ. ഇങ്ങനെ ദുൽമ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പടച്ചവൻ ഈ രോഷപ്രകടനം നടത്തിയിട്ടുള്ളത്. സൂറത്തു അൽ ഖലമിലെ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ കഥ? ആ തോട്ടക്കാരുടെ കഥ പറയുന്നിടത്ത് മക്കള് ആ തോട്ടം വിളവെടുക്കുന്ന സമയത്ത് സാധുക്കൾക്കുള്ള അവകാശം കൊടുക്കാതെ തടയാൻ വേണ്ടി വെളി കാണിക്കുന്നുണ്ട്. ആർക്കും അതിൽ നിന്ന് ഒരു വിഹിതവും കിട്ടാതിരിക്കാൻ വേണ്ടി. പക്ഷെ പടച്ചവന്റെ ശിക്ഷ ഉണ്ടായി, നശിച്ചുപോയി അവരുടെ കൃഷി നശിച്ചു. അവിടെ എത്തി നോക്കിയപ്പോ ആദ്യം അവര് വിചാരിച്ച് നമ്മളുടെ തോട്ടത്തിലല്ല നമ്മൾ എത്തിയിട്ടുള്ളത്, ഉറക്കത്തുനിന്ന് എണീറ്റ് പോന്നിട്ട് എവിടെയോ വഴി തെറ്റിപ്പോയിട്ടുണ്ട്, ഇന്നാലെ ബാല്ലോൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നെ അവർക്ക് തിരിഞ്ഞ് വഴി തെറ്റിയതല്ല, നമ്മളുടെ തോട്ടത്തിൽ തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത്, പക്ഷേ അതൊന്നും ബാക്കിയില്ല, ഒക്കെ നശിച്ചു പോയിട്ടുണ്ട്. അവിടെ അവര് പറയുന്ന ഒരു വാക്കുണ്ട്, യാ വൈലനാ ഇന്നാ കുന്നാ വാലിമീൻ എന്നാ പറയുന്നത്. യാ വൈലനാ, ഞങ്ങളുടെ വൈലേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ എന്തായിട്ടുണ്ട്? വാലിമുകളായിട്ടുണ്ട്, ദുൽമ ചെയ്യുന്നവരായിട്ടുണ്ട്. ദുൽമ ചെയ്യുന്നവർക്കുള്ളതാണെന്ത്? വൈൽ എന്ന ബോധത്തിൽ നിന്നാണ് അവരാ സംസാരിക്കുന്നത്. ദുൽമ ചെയ്യുന്നവർക്ക് എന്താ ഉള്ളത്? വൈലാണുള്ളത്. അതുകൊണ്ട് അവരെങ്ങനെ പറഞ്ഞത്? വൈലന ഇന്ന കുന്ന വാലിമീൻ, ഞങ്ങൾ ദുൽമ ചെയ്തിട്ടുണ്ട്. അവര് ദുൽമ ചെയ്തിട്ടുണ്ട്. അവര് പാവങ്ങൾക്കുള്ള വിഹിതം തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞു എന്തിനാ അറിയാമോ? വൈൽ കളവാക്കുന്നവർക്ക് എന്തുണ്ട്? ആ കളവാക്കുക എന്നത് അത് ആവർത്തിച്ച് വരുന്ന ഒരു സംഗതിയാട്ടോ. ആവർത്തിച്ചു വരുന്നതിന്റെ മുന്നേ പറയുന്ന ഓരോ സംഗതികളുണ്ട്. ആ കളവാക്കൽ എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുള്ളത്. വൈൽ എന്നത് ഖുർആൻ പലയിടത്തും ദുൽമുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തിട്ടുള്ളത്, സൂചിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള അക്രമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന, ദുഷിച്ചു പറയുന്ന ആളുകൾക്ക് വൈലുണ്ട്. നമ്മൾ ഇനി അങ്ങനെ ചെയ്യാതിരിക്കാൻ തീരുമാനമെടുക്കണം. എന്തൊക്കെയായിരുന്നാലും എന്റെ ജീവിതത്തില് മറ്റുള്ളവരുടെ ഒരു അവകാശത്തെയും ഞാൻ ഹരിക്കൂല, ദുൽമ ഞാൻ ചെയ്യൂല തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ നഷ്ടക്കാരായിത്തീരും, വലിയ
ഖസാറത്തിന് നേരത്തെ സൂറത്തു ലാസറിൽ പറഞ്ഞിട്ടുള്ള ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞിട്ട് ആ വലിയ നഷ്ടത്തിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ അഭിമാനമോ സമ്പത്തോ ഒക്കെ ദുൽമിലൂടെ കവർന്നെടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർപ്പാക്കുകയും വേണം. എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം. ഇല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ പാപ്പരായി പോകും. ശരി. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ. ഇനി ഈ ആളുകളുടെ മറ്റൊരു സ്വഭാവമാണ് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത്. الذي جمع مالا وعدده الذي جمع مالا وعدده. ആരാണ് ഈ പണിയെടുക്കുന്നത് അറിയാമോ? മറ്റുള്ളവരെ മുന്നിൽ നിന്നും പിറകിൽ നിന്നും ഒക്കെ കുത്തിപ്പറയുക എന്ന് പറയുന്ന മറ്റുള്ളവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കാതെ അതില് ഹരം കണ്ടെത്തുന്ന ആളുകൾ ആരാന്നറിയാമോ? അതാണ് അടുത്ത ആയത്ത് പറയുന്നത്. അല്ലദീ, യാതൊരുവൻ. അല്ലദീന, അല്ലദീന എന്ന് പറഞ്ഞാൽ യാതൊരു കൂട്ടർ എന്നായിരുന്നു. അല്ലദീ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ. ഏതാണ് ആ യാതൊരുവൻ? ജമാ. എന്താ ജമാ എന്ന് പറഞ്ഞാൽ? ജമാ, ഒരുമിച്ചു കൂട്ടി. ജുമുഅ എന്ന് പറയൂലേ? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിന് ജുമുഅയുടെ ദിവസം എന്ന് പറയാം. എല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. ജമാഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടിയത്. അപ്പോ യാതൊരുവനാണ് അയാൾ. അല്ലദീ, എങ്ങനെയുള്ള അയാളെ പണി എന്താ? ജമാ, ഒരുമിച്ച് കൂട്ടുന്നു. ഒരുമിച്ച് കൂട്ടുന്നവനാണ് അവൻ. എന്തൊരുമിച്ച് കൂട്ടുന്നവൻ? മാല്, സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക. വഅദ്ദദഹു, അതെന്ത് ചെയ്യാ? ചെലവാക്കലല്ല, പിന്നെയോ അതിങ്ങനെ ഉണ്ടാക്കി കുറെ ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടി വെക്കണം. അജ്ജത എന്ന് പറഞ്ഞ എണ്ണി നോക്കുക എന്നാണ്. അതിലാണ് സുഖം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കഥ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ, ഒരു വേലക്കാരൻ, പിന്നെ പൈസക്കാരനായ കഥ. മുതലാളി പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ചെലവാക്കൂല, അറോപീക്ഷിക്കനാണ്. ഓരോ ദിവസവും ഉണ്ടാക്കുന്ന ഒരു വെട്ടിക്കൊണ്ടുപോയി വെക്കുന്നിട്ട് ഇങ്ങനെ എണ്ണി വെക്കും, ഉണ്ടാക്കിയ പൈസ മുഴുവൻ. ഒരു ദിവസം ഭൃത്യം പറഞ്ഞു, ഞാനൊന്ന് എണ്ണി വെക്കട്ടെ. എന്നിട്ട് എണ്ണി നോക്കിക്കോളാൻ പറഞ്ഞു. എണ്ണി നോക്കിയിട്ട് ആ ഭൃത്യം പറയുന്നത്, ആ വേലക്കാരൻ പറയുന്നത്, ഞാനും പൈസക്കാരനായിന്നാണ്. എന്റെ മുതലാളി എന്നെ പോലുള്ള അതേ ലൈഫ് സ്റ്റൈലാണ്, ജീവിത നിലവാരം അങ്ങനെ തന്നെയാണ്. ഞാൻ എടുക്കുന്ന പോലുള്ള ഉടുക്കുന്നത്, ഞാൻ കഴിക്കുന്ന പോലുള്ള കഴിക്കുന്നത്, ഓർമ്മ കഴിക്കുന്നു, കൊടുക്കുന്നു, അനുഭവിക്കുന്നു, ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ അയാൾ വൈകുന്നേരം പൈസ ഇങ്ങനെ എണ്ണി വെക്കും. ഞാനും ഇപ്പൊ എണ്ണി വെക്കും, ഞാനും പൈസക്കാരനായി എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾക്ക് അതിലെ ആനന്ദം എന്ന് പറയുന്നത് കുറെ ഉണ്ടാവണം, ഇങ്ങനെ കൂട്ടിവെച്ച പൈസ, ബാങ്ക് ബാലൻസ് ആയിട്ടോ, പിന്നെ ഭൂസ്വത്തായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറെ അതിങ്ങനെ കാണുമ്പോ ഒരു ആനന്ദം. അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നൊന്നുമില്ല കേട്ടോ. ഇസ്ലാമിൽ അങ്ങനെ സമ്പാദിക്കുന്നതിനൊരു